ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന 2 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. കേരള സർവകലാശാല സെനറ്റിലേക്ക് 4 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കേരള തീരത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. ബിലീവേഴ്സ് ചർച്ച് പ്രഥമ പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്തയുടെ സംസ്കാര ചടങ്ങുകൾ നിരണത്ത് ഇന്ന് നടന്നു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ പിഴവ് ചർച്ച ചെയ്യുന്നതിനായി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. IPL ക്രിക്കറ്റ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന 2 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലും ബീഹാറിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. വാരാണസിയിൽ 25,000-ലേറെ വനിതകൾ പങ്കെടുത്ത പൊതുസമ്മേളനത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ന് ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു. മെയ് 25-നും ജൂൺ 1-നുമാണ് 6-7 ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. കേരള സർവകലാശാല സെനറ്റിലേക്ക് 4 അംഗങ്ങളെ സ്വന്തം നിലയിൽ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. സർവകലാശാല സമർപ്പിച്ച പട്ടികയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. ഹർജിക്കാരുടെ ഭാഗം കൂടി പരിഗണിച്ച് 6 ആഴ്ചയ്ക്കുള്ളിൽ സെനറ്റിലേക്ക് പുതിയ നാമനിർദ്ദേശം നടത്താൻ കോടതി നിർദ്ദേശിച്ചു. സർക്കാർ നിർദ്ദേശിച്ച 2 പേരുടെ നിയമനം ഹൈക്കോടതി ശരിവച്ചു. സർവകലാശാല നിർദ്ദേശിച്ച 8 പേരിൽ ഒരാളെയും പരിഗണിക്കാതെയാണ് ചാൻസലർ 4 പേരെ നാമനിർദ്ദേശം ചെയ്തതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പ്രതികരിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെയും ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ മറ്റന്നാളും ചുവപ്പ് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ്. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ ഇന്ന് അതിശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ പട്ടികവർഗ മേഖലകളിൽ ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കാൻ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മലയോര മേഖലകളിൽ മഴ കനക്കുന്നതോടെ പല ഊരുകളും ഒറ്റപ്പെടാനിടയുണ്ട്. ഈ സാഹചര്യത്തിൽ ട്രൈബൽ ഓഫീസർമാരും പ്രൊമോട്ടർമാരും ഊരുകൾ സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഇടുക്കിയിൽ ഇന്ന് മഴ മാറി നിന്നത് ജനങ്ങൾക്ക് ആശ്വാസമായി. ഉച്ചയ്ക്ക് ശേഷം ഹൈറേഞ്ച് മേഖലയിൽ നേരിയ മഴ മാത്രമാണ് ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇടുക്കിയിൽ ഇന്ന് കാര്യമായി മഴ പെയ്യാത്തത് ആശ്വാസമായി. തൊടുപുഴ ഉൾപ്പെടെ ലോ റേഞ്ച് മേഖലയിൽ മഴ പൂർണ്ണമായും മാറി നിന്നു. ഉച്ചയ്ക്ക് ശേഷം ഹൈറേഞ്ച് മേഖലയിൽ നേരിയ മഴ മാത്രമാണ് ഉണ്ടായത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലും രാത്രി സമയങ്ങളിലാണ് മഴ പെയ്തിരുന്നത്. ശക്തമായ മഴയുണ്ടാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ രാത്രിയാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോർ അത്തനേഷ്യസ് യോഹാൻ ഒന്നാമൻ മെത്രാപ്പോലിത്തയുടെ കബറടക്കം ഔദ്യോഗിക ബഹുമതികളോടെ നിരണം സെന്റ് തോമസ് ഈസ്റ്റേൺ കത്തീഡ്രലിൽ നടന്നു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അഡ്മിനിസ്ട്രേറ്റർ സാമുവേൽ മോർ തിയോഫിലോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പള്ളിയിലെ മദ്ബഹായോട് ചേർന്ന് ഒരുക്കിയിട്ടുള്ള പ്രത്യേക കബറിലാണ് ഉച്ചയ്ക്ക് 1:15 കബറടക്കം നടന്നത്. ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ ഇന്നലെ മുതൽ നടന്ന പൊതുദർശനത്തിൽ ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ പിഴവ് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. തിരുവനന്തപുരത്താണ് യോഗം ചേരുന്നത്. ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പുറത്തുനിന്നും ശീതള പാനീയങ്ങളും ഭക്ഷണവും കഴിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മലിനമായ കുടിവെള്ളത്തിന്റെ ഉപയോഗം, പച്ചവെള്ളം കുടിക്കുന്ന ശീലം, ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ നിർമ്മിക്കുന്ന ഐസിന്റെ ഉപയോഗം തുടങ്ങി കാരണങ്ങളാണ് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്.
കല്യാണങ്ങൾക്കും മറ്റും ചടങ്ങുകൾക്കും തിളപ്പിക്കാത്ത വെള്ളത്തിൽ തയ്യാറാക്കുന്ന വെൽക്കം ഡ്രിങ്കുകൾ നൽകുന്നത്, ചൂടുവെള്ളത്തോടൊപ്പം പച്ചവെള്ളം ചേർത്ത് കുടിവെള്ളം നൽകുന്നത് എന്നിവ രോഗം കൂടുന്നതിന് കാരണമാകുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ വൈദ്യുതാഘാതമേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ കുടുംബത്തിന് 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകാൻ തീരുമാനം. സംഭവവുമായി ബന്ധപ്പെട്ട് ചീഫ് ഇലക്ട്രൽ ഇൻസ്പെക്ടർ സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വൈദ്യുതി മന്ത്രി നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരം നഗരത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം നിർമ്മാണം പുരോഗമിക്കുന്ന റോഡുകൾ ജൂൺ 15-നകം സഞ്ചാരയോഗ്യമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥതല യോഗത്തിൽ തീരുമാനം. 3 ദിവസമായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് നഗരത്തിന്റെ ചില മേഖലകളിലുണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് നിവാരണം 2 ദിവസത്തിനകം പൂർത്തിയാക്കാനും യോഗത്തിൽ തീരുമാനമായി. റോഡ് നിർമ്മാണത്തിനായി കുഴിയെടുത്ത് വെള്ളക്കെട്ടുണ്ടായ ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ച് സുരക്ഷിതമാക്കണമെന്നും യോഗം നിർദ്ദേശം നൽകി. കെഎസ്ആർടിസിയുടെ പുതിയ AC സൂപ്പർ ഫാസ്റ്റ് ബസിന്റെ പരീക്ഷണ ഓട്ടം ഇന്ന് നടന്നു. തിരുവനന്തപുരത്ത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്ന് തമ്പാനൂർ വരെ സ്വയം ഓടിച്ചാണ് പരീക്ഷണ ഓട്ടം മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഓണക്കാലത്ത് സർവീസ് പൂർണ്ണമായും ആരംഭിക്കാനാണ് കെഎസ്ആർടിസിയുടെ തീരുമാനം. ആദ്യഘട്ടത്തിൽ കൊച്ചി വരെയാണ് സർവീസ്. പിന്നീട് ഇത് കോഴിക്കോട് വരെ നീട്ടും. പത്തനംതിട്ട ജില്ലയിലെ ചിലയിടങ്ങളിൽ ആഭിചാരക്രിയകളും ദുർമന്ത്രവാദവും നടക്കുന്നതായി പരാതികൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അഭ്യർത്ഥിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പത്തനംതിട്ട ജില്ലയിലെ ചിലയിടങ്ങളിൽ ദുർമന്ത്രവാദം പോലെയുള്ള ആഭിചാരക്രിയകളും മറ്റും നടത്തുന്നവരുടെ ചതിയിൽപ്പെടരുതെന്നും ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവുമെന്നും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി അജിത് പറഞ്ഞു. പൊതുജനങ്ങളിൽ നിന്നും ഇത്തരക്കാരെ സംബന്ധിച്ച പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ കർശന നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. ജ്യോതിഷാലയത്തിന്റെ മറവിൽ ദുർമന്ത്രവാദം നടത്തുന്നുണ്ടെന്ന പരാതിയിൽ കോന്നിയിലെ ജ്യോതിഷിയെ കഴിഞ്ഞ ദിവസം പോലീസ് താക്കീത് ചെയ്തിരുന്നു. ജില്ലയിലെ വേറെ ചിലയിടങ്ങളിലും ദുർമന്ത്രവാദ ആഭിചാരക്രിയകൾ നടത്തുന്നുവെന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. IPL ക്രിക്കറ്റ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. 1-ാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 53 പോയിന്റ് നഷ്ടത്തിൽ 73,953-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 27 പോയിന്റ് നേട്ടത്തിൽ 22,529-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 480 രൂപ താഴ്ന്ന് 54,640 രൂപയും ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 6,830 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് കർമ്മത്തിന് പുറപ്പെട്ട ആദ്യത്തെ 2 സംഘങ്ങൾ മക്കയിലെത്തി. കരിപ്പൂരിൽ നിന്ന് ഇന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആദ്യ 2 വിമാനങ്ങളിൽ യാത്ര തിരിച്ച 332 പേരാണ് മക്കയിലെത്തിയത്. 3ാമത്തെ വിമാനം ഇന്ന് വൈകിട്ട് ജിദ്ദയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന 2 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. കേരള സർവകലാശാല സെനറ്റിലേക്ക് 4 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കേരള തീരത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. ബിലീവേഴ്സ് ചർച്ച് പ്രഥമ പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്തയുടെ സംസ്കാര ചടങ്ങുകൾ നിരണത്ത് ഇന്ന് നടന്നു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ പിഴവ് ചർച്ച ചെയ്യുന്നതിനായി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. IPL ക്രിക്കറ്റ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.